സർ, ഒടുവിൽ കെ.സി. വേണുഗോപാലിനെ മത്സരിപ്പിക്കാൻ തന്നെ എ.ഐ.സി.സിയുടെ തീരുമാനം വന്നിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഇത് എത്രത്തോളം കോൺഗ്രസിനകത്ത് തന്നെ പുകയാനാണ് സാധ്യത? ഇനി ചിലരുടെ പേരുകൾ ഞാനിവിടെ പരാമർശിക്കുന്നില്ല. എങ്കിൽ പോലും ചില ആളുകൾക്ക് ഈ വാർത്ത എത്രത്തോളം ദഹിക്കുമെന്നറിയില്ല. കോൺഗ്രസിനകത്ത് കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം അതൊരു വലിയ ബോംബായി മാറാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും. ഒന്നാമത്തെ കാര്യം, ഈ കെ.സി. വേണുഗോപാൽ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. ആലപ്പുഴയിൽ നിന്നുള്ള പാർലമെന്റ് മെമ്പറാണ്. ഇത് മുന്നേ കെ.സി. വേണുഗോപാലിന്റെ പേരെ നമ്മൾ കേട്ടിരുന്നില്ല. വേറെ കുറെ പാർലമെന്റ് മെമ്പർമാരാണ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകള് ഇതിന്റെ ഇലക്ഷൻ ജനുവരി മുതൽ അല്ലെങ്കിൽ നവംബർ മുതലേ നമ്മൾ കേട്ടു തുടങ്ങി. ഒരു 9ഓളം എംപിമാര് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ അനുമതിക്ക് വേണ്ടിയിട്ട് അവിടെ ഡൽഹിയിൽ പോയി ഇരിക്കുന്നുണ്ടെന്ന് നമ്മൾ അന്ന് കേട്ടിട്ട് നമ്മളൊരു വീഡിയോ വരെ അത് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പ്രാവശ്യം MP ആയവൻ വീണ്ടും MLA ആയി മത്സരിക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക നഷ്ടം ഗവൺമെന്റിന് സംഭവിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. ആ 9 പേരിൽ പ്രധാനപ്പെട്ട ആൾക്കാര് ഒന്ന് ഞാൻ കേൾക്കുന്ന, നമ്മൾ TV-യിൽ സ്ഥിരമായിട്ട് കാണാം. സുധാകരനോട് ഇങ്ങനെ ചാനൽകാര് ചോദിക്കും, MLA നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടോ? പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, സുധാകരൻ പറയും. അത് കഴിഞ്ഞ് ഷാഫി പറമ്പിൽ പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞ് അടൂർ പ്രകാശ് പറയുന്നത് കേട്ടു. ശശി തരൂർ പറയുന്നത് കേട്ടു. പിന്നെ 9ഓളം എംപിമാര് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. എന്താണ് അടിസ്ഥാന ഉദ്ദേശമെന്ന് ഊഹിച്ചാൽ നമുക്കറിയാം. കാരണം ഇനി പാർലമെന്റിൽ വലിയ കാര്യമൊന്നുമില്ല. അവിടെ ഞാൻ കേട്ടത് ഈ ഹിന്ദിക്കാരുടെ ഇടയിൽ ഇവർ പോയി ഇരിക്കുമ്പോ ഈ നമ്മുടെ നിയമസഭയിലും കണ്ടല്ലോ, ഈ 0 അവറിൽ ഇങ്ങനെ ബില്ലുകൾ പാസ്സാക്കി അതിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ മിക്ക ആൾക്കാരും ഇരുന്ന് ഉറങ്ങായിരിക്കും. അപ്പൊ ഈ നമ്മുടെ MP-മാരിങ്ങനെ ആ ബെഞ്ചിലിരുന്ന് ഉറങ്ങുമ്പോ ഈ ബാക്കിൽ ഇരിക്കുന്ന ഹിന്ദിക്കാര് പറഞ്ഞ ഈ വായയില് മറ്റേ ഇതുണ്ടല്ലോ, എന്താണ്, ഈ അവരിപ്പോഴും വായയിലൊരു സാധനത്തെ ഇങ്ങനെ ചവച്ചിട്ടേ ഇരിക്കുള്ളൂ. അത് പൊതുവെ ഈ നോർത്ത് ഇന്ത്യൻ ആൾക്കാരുടെ സ്വഭാവമാണ്. ഈ അടക്കിയും എന്തൊക്കെ ഇട്ടുള്ളൊരു സാധനമാണ്. അപ്പൊ ഇവര് കുറെ ഇതിങ്ങനെ ചവച്ച് ഇങ്ങനെ കേട്ടിരിക്കും. എന്നിട്ട് കുറച്ചു കഴിഞ്ഞാ ഇത് ശരിക്കുള്ള സംഭവം പാർലമെന്റിൽ ഈ ഉറങ്ങിയിരിക്കുന്ന മലയാളിയുടെ കോളറിന്റെ ഉള്ളിലേക്ക് ഒരു തുപ്പത്തറ. എന്നിട്ട് മുണ്ടാണ്ട് അവര് പിന്നെ ഇങ്ങനെ ഈ പ്രസംഗം കേട്ടിരിക്കും. ഇവ ഉറക്കത്തുനിന്ന് ചാടി നോക്കുമ്പോ ഇവന്റെ ബാക്കിൽ ഈ തുപ്പ. അപ്പോ ഈ പാർലമെന്റിൽ പോയ കൂക്കി വിളിക്കുക, പാട്ടുപാടാ, ഈ തുപ്പും കൊള്ളുക അല്ലാതെ ഇനി കേരളത്തിൽ നിന്ന് പോകുന്ന MP-മാർക്ക് വലിയ റോളൊന്നും അടുത്ത കാലത്തൊന്നും ലോകസഭയിൽ കിട്ടാൻ പോകുന്നില്ല. അപ്പോഴാണ് പണ്ട് നമ്മുടെ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി പോയ അതേ സ്പീഡിൽ തിരിച്ചു വന്നു. 1 കൊല്ലം കൊണ്ടേ രാജിവെച്ചു പോന്നു. നിയമസഭയിലേക്ക് മൂപ്പര് അപ്പൊ തന്നെ പോയി. പിന്നെ മൂപ്പര് ആ വഴിക്ക് പോയിട്ടില്ല. കാരണം മൂപ്പരിക്കാണ് ഏറ്റവും കൂടുതൽ ഈ തുപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ഇവന്മാര് 9 ആളിപ്പോ ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോ അതിന് അപ്രൂവൽ കിട്ടാതെ അത് ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്ന സമയത്ത് ലിസ്റ്റ് വരുമ്പോഴെങ്കിലും പെർമിഷൻ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് ഇന്നിപ്പോ ഒരു ബോംബ് പൊട്ടിയിരിക്കുന്നത്. കെ.സി. വേണുഗോപാലിന് കേന്ദ്രം കേരളത്തിലെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നു. ഇതാ ഇപ്പൊ വന്ന ന്യൂസാ. ഇത് തീർച്ചയായും ഈ 9 ആളും ഞെട്ടും. പോരാത്തതിന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഉള്ളിലും മുസ്ലിം ലീഗിന്റെ ഉള്ളിലും വലിയൊരു ബോംബാണ് പുകയാൻ പോകുന്നത്. ഇനി ഇത് പൊട്ടിത്തെറിച്ച് എന്തൊക്കെ പീസുകൾ ഏതൊക്കെ വഴിക്കാണ് തെറിച്ചു പോവുക എന്ന് ഇനി അടുത്ത ഈ വരും ദിവസങ്ങളിൽ കാണാം. ഒരു കാര്യം ഉറപ്പാണ്, കെ.സി. വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ, അദ്ദേഹം ജയിക്കുമ്പോൾ, ഇവിടെ അഥവാ UDF വന്നാൽ ഇപ്പോ കാസർഗോഡ് മുതൽ എന്താ പറയില്ല, ജീവനും കളഞ്ഞ് ഒരു യാത്രയൊക്കെ നടത്തി തിരുവനന്തപുരത്ത് എത്തുമ്പോ അവിടെ കേൾക്കുന്ന ബോംബാണ് ഇപ്പൊ ഈ കാണുന്ന ബോംബ്. അപ്പൊ സതീശനും രമേശനും മുരളീധരനും ഒക്കെ ഇപ്പോ വല്ലാത്ത ഒരു അങ്കലാപ്പിലായി പോയി എന്നതിന് യാതൊരു സംശയവുമില്ല. കെ.സി. വേണുഗോപാലിന്റെ ഈ മത്സരം ഹൈക്കമാൻഡ് എടുത്ത ഈ തീരുമാനം, ഞാനിത് വേറെ രീതിയിലാണ് കണ്ടത്. പക്ഷെ ഇത് മുന്നേ കൂട്ടിയ ബോംബ് പൊട്ടിച്ചു. ഞാൻ വിചാരിച്ചത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അഥവാ ഭൂരിപക്ഷം UDF കിട്ടുകയാണെങ്കിൽ, അഥവാ
കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് ഒരു മുഖ്യമന്ത്രി കയറിൽ തൂക്കി ഇവിടെ ഇറക്കുന്നാണ് ഞാൻ അന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് അതിനും അപ്പുറത്തേക്ക് പോയി. ഇതാ നേരിട്ടിട്ട് ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ തന്നെ കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോ ഇവിടെയുള്ള ഈ കുപ്പായം അടിച്ച നടക്കുന്ന ഈ സതീശനും രമേശനും മുരളീധരനും രാമചന്ദ്രനും സുധാകരനും ഒക്കെ ഇപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഫോണുകൾ വിളി തുടങ്ങും. നാളെ ഓട്ടം തുടങ്ങും. ഇനി അടുത്ത ഓടിയിട്ട് എവിടെ പോയി ചാടുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എന്തായാലും കെ.സി. വേണുഗോപാലിന്റെ നല്ല സമയമാണോ ചീത്ത സമയമാണോ ഇനി വരാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ട് അറിയേണ്ടത് തന്നെയുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇത് നല്ല തീരുമാനമാണോ ചീത്ത തീരുമാനമാണോ AICC എടുത്തത് എന്ന്, അല്ലെങ്കിലും നല്ല തീരുമാനം അടുത്ത കാലത്തൊന്നും AICC എടുക്കാൻ പറ്റുന്നില്ല. കാരണം അതിനുള്ള പക്വതയുള്ള കഴിവുള്ള നേതാക്കൾ അതിൽ നിന്ന് എന്നോ ഇല്ലാതായി. അത് ഇല്ലാതായത് എന്നാണെന്നറിയോ? AK ആന്റണി മുഖ്യമന്ത്രി ആയതിന് ശേഷം ഇവിടെ നിന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് കൊണ്ടുപോയില്ലേ, അന്നു മുതൽ കോൺഗ്രസിന്റെ പണി തീർന്നു. കാരണം ആ അന്തോണി അച്ഛൻ അന്നൊരു സത്യം വിളിച്ചു പറഞ്ഞു. അതായത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ കേരളത്തിലെ സകല സംഗതികളും അടിച്ചു മാറ്റുകയാണ്, ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാം എന്ന് അയാൾ സത്യം പറഞ്ഞു. ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ മാതിരി അത് പറഞ്ഞതിനാണ് അന്ന് അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് തൂത്തെറിഞ്ഞു കൊണ്ടുപോയത്. അവസാനം എന്തുണ്ടായി? ഇന്ന് ഈ സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറി. കഴിഞ്ഞ മന്ത്രിസഭ നമ്മൾ കണ്ടതാണ്. ആരാണ് ഭരിച്ചത്? ഇനി അഥവാ ഈ കെ.സി. വേണുഗോപാലൻ വന്നാലും 4 കാലും പച്ചക്കാലിന്റെ മുകളിൽ ഇരിക്കുന്ന കസേരയായിരിക്കും കെ.സി. വേണുഗോപാൽ കയറിയിരിക്കാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. യെസ്, സാർ സൂചിപ്പിച്ചതുപോലെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ കൂടി കെ.സി. വേണുഗോപാൽ വളരെയേറെ അനുഭവ സമ്പത്തുള്ള അനുഭവ പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം അല്ലെങ്കിൽ ആ തരത്തിൽ നേതാക്കൾക്കൊപ്പം ഒക്കെ സോണിയാഗാന്ധിക്കൊപ്പം വരെ പ്രവർത്തിച്ച് വളരെ പരിചയമുള്ള ഒരാളാണ്. അത്തരത്തിൽ ഒരാൾ കോൺഗ്രസിനകത്ത് കേരളത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നതിൽ കോൺഗ്രസിന് കൂടുതൽ ഉപകാരമാകാനല്ലേ സാധ്യത? കെ.സി. വേണുഗോപാലിന് ഡൽഹിയിലെ പരിചയമുള്ളൂ. കേരളത്തിലെ ഒരു പ്രത്യേകതര രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ആ രാഷ്ട്രീയ സാഹചര്യവുമായിട്ട് കളിച്ച് അതിൽ കിടന്ന് വിരകിയ ഒരു നേതാവല്ല കെ.സി. വേണുഗോപാൽ. പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും മറ്റ് ഘടകകക്ഷികളുടെ ഇടയിൽ നിന്ന് അനാവശ്യമായിട്ട് ആവശ്യമായിട്ട് അതിൽ ഇടപെട്ടിട്ടും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഇതിനൊക്കെ വളരെ എക്സ്പെർട്ടായ ആൾക്കാരാണ് ഇവിടെയുള്ള നേതാക്കൾ. അതിന്റെ അവസാനം ഇവരെടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും യെസ് ഓർ നോ പറയുന്ന സ്വഭാവം മാത്രമേ കെ.സി. വേണുഗോപാലിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ആ കെ.സി. വേണുഗോപാൽ നമുക്കറിയാം. കെ.സി. വേണുഗോപാൽ കൈകാര്യം ചെയ്ത സ്റ്റേറ്റുകളാണ് കോൺഗ്രസിന് പിന്നീട് മുഴുവൻ കയ്യിൽ നിന്ന് പോയത്. ഈ അഖിലേന്ത്യാ സെക്രട്ടറി ആയി കെ.സി. വേണുഗോപാൽ ഇരുന്ന് കൈകാര്യം ചെയ്ത ഓരോ സ്റ്റേറ്റുകൾ എടുത്തു നോക്കിയാലും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. അതിൽ കർണാടക മാത്രം കിട്ടിയതിന്റെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ BJPയുടെ ഉള്ളിലെ ചില പടല പിണക്കങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരക്കളിയുടെയും ഭാഗമായിട്ടാണ് കർണാടക മാത്രം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. ബാക്കി എല്ലാ സ്റ്റേറ്റുകളും ഈ കെ.സി. വേണുഗോപാൽ വന്നതിന് ശേഷം പോവുകയുണ്ടായുള്ളൂ. ഇപ്പോ ഇവിടെയും ഞാൻ എൻ്റെ ഒരു ഊഹം പറയാണ്, കെ.സി. വേണുഗോപാലിന്റെ പേര് ഇപ്പോ പുറത്തു വരുമ്പോൾ അത് UDFന് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് അതിന്റെ ഉള്ളിലെ ഈ നേതാക്കന്മാർ തന്നെ മാനസികമായി തളരുകയും അവരുടെ ആ സന്തോഷം പോവുകയും ചെയ്യുമ്പോൾ അവരുടെ പ്രവൃത്തിയെ കൂടി അവരുടെ ആ ഊർജത്തെ കൂടിയോ അത് ബാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും കെ.സി. വേണുഗോപാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി AICC തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് എത്രത്തോളം കോൺഗ്രസിനകത്ത് ചില വിമർശനങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ചോദ്യം. ജയശങ്കർ സാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, അത്തരമൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ രാഷ്ട്രീയം മാത്രം അറിയാവുന്നവർക്കിടയിലേക്കാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. ഡൽഹിയിൽ കളിച്ച അഭ്യാസമോ അത്തരം രാഷ്ട്രീയ പ്രകടനങ്ങളോ കേരളത്തിൽ ചിലവാകില്ല എന്നത് വ്യക്തമാണ്.
പക്ഷേ KC വേണുഗോപാലിനെ പോലെ അറിയപ്പെടുന്ന ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന ഒരു നേതാവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കേരളത്തിനകത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിന് അത് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നതും ഒരു ചോദ്യമാണ്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.